ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഭാനുമ്മൻ്റെ ആ അറ്റാക്ക് നാടകം പൊളിച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ മഹിമ ഇതിനൊരു വഴിയുള്ളൂ പറഞ്ഞിട്ട് ഷോക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഷോക്ക് കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടും നടത്തിയിട്ട് ഭാനുമ്മൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഓരോന്നും പറയാണ്. അറ്റാക്ക് വരാത്ത ഒരാൾക്ക് അറ്റാക്ക് കൊടുത്തു പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുമ്മ അങ്ങനെ എണീച്ച് പോട്ടെ പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ആൾ എണീച്ച് പോകുന്നില്ല കേട്ടോ. എന്നിട്ടത് വെക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഭാനുമ്മ എണീച്ച് പോണത്. എണീച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ഓക്കെയാണ് പറഞ്ഞിട്ട് ആൾ എണീച്ച് പോവണം കേട്ടോ. എന്നിട്ട് നമ്മുടെ മഹിമയും മുകുന്ദനും പറയും, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കണം, നിങ്ങൾ നിങ്ങളുടെ ആദ്യരാത്രി നന്നായി ആഘോഷിക്കുമ്പോൾ അവർ രണ്ടാളിനെയും റൂമിലോട്ട് വിട്ടാക്കണം കേട്ടോ. എന്നിട്ട് അവരവിടെ പോയിട്ട് പാലൊക്കെ കൈമാറേണ്ട, അത് കഴിഞ്ഞിട്ട് ചടങ്ങുകളാണല്ലോ, നമുക്ക് ചടങ്ങിക്ക് തുടങ്ങാൻ വേണ്ടി പാലൊക്കെ കൈമാറേണ്ട, അത് കഴിഞ്ഞിട്ട് ഇനിയും ചടങ്ങുകളുണ്ട്. ഇനി എന്താ ചടങ്ങുകൾ വേണ്ടി നമ്മുടെ മഞ്ജു ഗിരിയോട് ചോദിക്കണം. ഇനിയല്ലേ ചടങ്ങ്, ഇനി നീ ആ ഫ്രൂട്ട്സ് എല്ലാം എനിക്ക് ഓരോന്നായിട്ട് എടുത്ത് തരണം പറഞ്ഞിട്ട് പറയണം കേട്ടോ, ആവശ്യപ്പെടണം. അപ്പോൾ ശരി ആയിക്കോട്ടെ പറഞ്ഞിട്ട് അവൾ അത് എടുക്കാൻ വേണ്ടി തിരിയുമ്പോഴേക്കും നമ്മുടെ ഗിരി അവളുടെ മടി കിടക്കണം കേട്ടോ. ഗിരി അണ്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിൻ്റെ മടി കിടക്കുന്നത്, അത് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും എനിക്കത് സാധിച്ചു, അതിന് ഞാൻ നല്ല സന്തുഷ്ടനാണ് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓറഞ്ച് കൊടുക്കേണ്ട ആൾ നല്ല സുഖിച്ച് കിടക്കണ്, അത് നമ്മുടെ മഞ്ജുവിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മഞ്ജു മനസ്സിൽ പറയണേ, നന്നായി സുഖിച്ച് കിടക്കണില്ലേ, അതിനൊരു പണി തരാൻ വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ ഒരു തൊലി എടുത്തിട്ട് കണ്ണിക്ക് പിഴിയണം കേട്ടോ. പിഴിഞ്ഞത് നമ്മുടെ ഗിരി വേദനിച്ചിട്ട് എണീക്കുകയാണ് കേട്ടോ. അഭിനയിക്കണതാണ്, പക്ഷെ നമ്മുടെ മഞ്ജുവിനെ അറിയില്ലല്ലോ. മഞ്ജു ആ തക്ക നോക്കി ഓടാൻ വേണ്ടി ശ്രമിക്കുകയാണ്, എന്തെങ്കിലും ചെയ്താലോ വേണ്ടിട്ട് ഓടാൻ ശ്രമിക്കുകയാണ്. ആളവിടെ കണ്ണു കാണില്ല വേണ്ടിട്ട് അമ്മയും വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ എന്താ ഗിരിയിട്ടെ പറ്റി, എന്താണ് വേണ്ടിട്ട് ഊതാൻ വേണ്ടി പോകുമ്പോഴേക്കും അവിടെ കുറച്ച് റൊമാൻസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീൻ വന്നിട്ട് നമ്മുടെ മുകുന്ദനെയും മഹിമനെയാണ് കേട്ടോ. മുകുന്ദൻ ഒരു കാര്യം പറയണം മഹിമയോട്. ചെറുപ്പം മുതലേ എന്താണ് ഗിരിക്ക് നമ്മുടെ മഞ്ജുവിന് നല്ല ഇഷ്ടമായിരുന്നു. ഗിരിയേട്ടനോ ചേച്ചിയോ അതേ മഹിമ ആർക്കും അതറിയില്ല, പക്ഷെ എനിക്കറിയാം. ചെറുപ്പം മുതലേ അവളെ നല്ല ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയണേ. അവളുടെ പേരൊക്കെ എഴുതിയിട്ട് ലൗച്ചിനൊക്കെ വരച്ച് അവൻ കളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണം. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മഹിമയ്ക്ക് നല്ല സന്തോഷമാണ് കേട്ടോ. അപ്പം മഹിമ മുകുന്ദനോട് ചോദിക്കുമ്പോൾ, അപ്പോൾ ഇവരുടെ ലവ് മാരേജ് ആണോ? ലവ് അല്ല, എന്നാൽ ലവ് മാരേജ് ആണ് കൊണ്ട് നമ്മുടെ മുകുന്ദൻ മഹിമയോട് പറയാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചി കെട്ടിയത് അവർ തമ്മിൽ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണല്ലേ, കുറച്ച് സമയം വൈകിട്ടാണെങ്കിലും ഇഷ്ടമുള്ള ആൾ തന്നെയല്ലേ കെട്ടിയത്, വളരെ സന്തോഷം കൊണ്ട് പറയണേ. അപ്പോൾ അതൊന്ന് നേരത്തെ പറയാണ്ടിരുന്നത്, നേരത്തെ പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ നമ്മുടെ ഗിരിനെ തല്ലില്ലേ, പിന്നെ അത് വലിയ പ്രശ്നമാവും, അപ്പോൾ ഇത് നടക്കില്ല. അതാണ് അവൻ പറയാണ്ടിരുന്നത്. അവൻ്റെ അച്ഛൻ മരിച്ചതോടെ പിന്നെ അവൻ ആ ഒരു കേസൊക്കെ വിട്ടതായിരുന്നു, പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് അവനെ തന്നെ കിട്ടിയെന്നൊക്കെ പറയുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും നമ്മുടെ മഹിമ മുകുന്ദനോട് പറയും കേട്ടോ, ആരോടെങ്കിലും ഒരു ഇഷ്ടമുണ്ട് പറഞ്ഞാൽ തുറന്നു പറയണം, അല്ലാണ്ട് അത് മനസ്സിൽ കൊണ്ട് വെച്ച് പറഞ്ഞാൽ ആരും അറിയില്ല. പിന്നെ നമ്മളെന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചു പറഞ്ഞാൽ അത് പറയാനുള്ള സാഹചര്യം സന്ദർഭവും ഒക്കെ താനേ വന്നോളും. നമ്മൾ പറയാണ്ടിരിക്കുമ്പോഴാണ് അത് വലിയൊരു ഇതായി വരികയാണ് പറഞ്ഞിട്ട് പറയാം. അത് കേൾക്കുമ്പോൾ നമ്മുടെ മുകുന്ദൻ തോന്നും, ഇനി ഇവളോട് ഇഷ്ടം പറയാനാണോ ഇവൾ പറയുന്നത് പറഞ്ഞിട്ട് നമ്മുടെ മുകുന്ദന് മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മഹിമയും വിചാരിക്കുന്നുണ്ട്, വക്കീൽ എന്നോട് ഇഷ്ടം പറയും, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് വക്കീലിന് എന്നോട് ഇഷ്ടം പറയാൻ പറ്റണില്ല എന്നൊക്കെ ആളും പറയുന്നുണ്ട്. പറയാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും നമ്മുടെ സ്വപ്ന പറഞ്ഞൊരു സാത്താനുണ്ടല്ലോ, അവൾ അങ്ങോട്ട് കയറി വരും. നിങ്ങൾക്കൊന്നും ഉറക്കൂല, നിങ്ങൾ എന്താ ഇവിടെ കാട്ടിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ആരുടെയാണ് ആദ്യരാത്രി എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വപ്നം വേണ്ടാത്ത പറയേണ്ട പറഞ്ഞിട്ട് നമ്മുടെ മഹിമ അവളെ കൈ ഒങ്ങണം കേട്ടോ. വേണ്ട മഹിമ മിണ്ടാണ്ടിരിക്കുക, അവൾക്ക് എന്താണെന്നും നമ്മുടെ എന്താണ് റിലേഷൻ ഒന്നും അവൾക്ക് അറിയില്ല, നീ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട പറഞ്ഞിട്ട് പറയണം കേട്ടോ. എന്നിട്ട് അവൾ ആ ഒരു ഡയലോഗ് അടിച്ചിട്ട് ആൾ പോകും. അതുകൊണ്ട് നമ്മുടെ മഹിമ, ഈ ഒരു സാധനം വന്നുകൊണ്ട് എന്നോട് പറയാൻ വന്ന ഒരു ഇഷ്ടം വക്കീൽ പറയാണ്ട് പോയി, ഇവളെ കൊണ്ട് തോറ്റു, ഇവൾ ഏത് സമയം എങ്ങനെ തന്നെ പറഞ്ഞിട്ട് അവളെ പ്രാഗാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീൻ കൊണ്ട് പാളിപ്പോയി നമ്മുടെ ഭാനുമ്മനെയും സ്വപ്നമുണ്ട്. ഭാനുമ്മ മകന് ഒരു സംശയം വരാത്ത രീതിയിലുള്ള ഒരു അഭിനയം കാഴ്ചവെച്ചത്, പക്ഷേ അതെല്ലാം പാളിപ്പൊളിഞ്ഞു. ഇനി എന്താ ചെയ്യാന്ന് ആൾക്ക് ഒന്നും അറിയുന്നില്ല. അന്നേരം അവരുടെ അതിരാത്രി നടന്നു, ഇനി ഒരു പരിപാടിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് ആൾക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.